ഹലോ ഫ്രണ്ട്സ്, പവർപോയിന്റ് ബേസിക് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് പവർപോയിന്റിൽ ഷേപ്പുകൾ അല്ലെങ്കിൽ ഇമേജുകൾ എങ്ങനെ ഓർഗനൈസ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ കാണുന്നത് പോലെ നമ്മുടെ കയ്യിൽ 3 ഷേപ്പുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ട്രയാങ്കിളിനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് ഈ റെക്റ്റാങ്കിളിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം ട്രയാങ്കിൾ ആണ് റെക്റ്റാങ്കിളിൻ്റെ മുകളിൽ. പക്ഷേ എനിക്ക് റെക്റ്റാങ്കിൾ ആണ് ഇതിൻ്റെ മുകളിൽ വേണമെങ്കിലോ, അതിനായി നമുക്ക് ഈ ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഷേപ്പ് ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും സെൻഡ് ബാക്ക്വേർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രയാങ്കിൾ ഈ റെക്റ്റാങ്കിളിൻ്റെ പുറകിലേക്ക് മാറും. ഇനി നമുക്ക് ഈ സർക്കിൾ ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സർക്കിളാണ് ഇപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ മുകളിലുള്ളത്. സോ അതിനെ ഒന്ന് അതിൻ്റെ പുറകിലേക്കാക്കാൻ വീണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം സെൻഡ് ബാക്ക്വേർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി തിരിച്ച് നമുക്ക് അതിനെ വീണ്ടും മുൻപിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ ബ്രിങ് ഫോർവേഡ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിനെ മുൻപിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ട്രയാങ്കിൾ ആണ് ഏറ്റവും പുറകിലുള്ളത്. അതിനെ നമുക്ക് ഏറ്റവും മുൻപിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ട്രയാങ്കിൾ ക്ലിക്ക് ചെയ്ത് ഷേപ്പ് ഫോർമാറ്റ് എന്ന ഓപ്ഷനിൽ നിന്നും ഇവിടെ ബ്രിങ് ഫോർവേഡ് എന്നുള്ള ഓപ്ഷന് തൊട്ടടുത്തായി ഒരു ഡ്രോപ്പ് ഡൗൺ മെനു കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 2 ഓപ്ഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ബ്രിങ് ഫോർവേഡ് എന്നുള്ളതും ഒന്ന് ബ്രിങ് ടു ഫ്രണ്ട് എന്നുള്ളതും. ബ്രിങ് ഫോർവേഡ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അത് ഒരു സ്റ്റെപ്പ് മുൻപിലോട്ട് വരും. അതല്ല ബ്രിങ് ടു ഫ്രണ്ട് എന്നാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അത് ഏറ്റവും മുൻപിലേക്കായിട്ട് വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബ്രിങ് ടു ഫ്രണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ട്രയാങ്കിൾ ഏറ്റവും മുൻപിലായി പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ 3 ഷേപ്പുകളാണ് ഉണ്ടായിരുന്നത്. സോ നമുക്ക് ഓരോ ഷേപ്പും സെലക്ട് ചെയ്ത് അവയെ മുൻപിലേക്കും പിൻപിലേക്കും മാറ്റാൻ വളരെ ഈസി ആയിരുന്നു. എന്നാൽ നമ്മുടെ കയ്യിൽ ഒരുപാട് ഷേപ്പുകളുണ്ട്. നമുക്ക് ഏതൊക്കെ ഷേപ്പുകളാണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണെങ്കിൽ നമുക്കിവിടെ സെലക്ഷൻ പെയിൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഷേപ്പുകളും ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. സോ ഇപ്പോൾ നമ്മുടെ ഈ സെലക്ഷൻ ഉള്ളത് ഐസോസിലസ് ട്രയാങ്കിൾ എന്നുള്ള ഓപ്ഷനാണ്. ഇനി അതിൽ നിന്ന് ഞാൻ മാറ്റി ഓവൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ സർക്കിൾ സെലക്ട് ആയി. അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ റെക്റ്റാങ്കിൾ സെലക്ട് ആയി. ഇതുപോലെ നമുക്ക് നമ്മുടെ സ്ക്രീനിലുള്ള ഓരോ ഷേപ്സിനെയും ഇവിടെ നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇനി എനിക്ക് ഈ റെക്റ്റാങ്കിളിനെ മാത്രം ഒന്ന് ഹൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ റെക്റ്റാങ്കിളിന്റെ റൈറ്റ് സൈഡിലായി കാണുന്ന ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഹൈഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓരോ ഷേപ്പും ഇതിൽ നിന്നും ഹൈഡ് ചെയ്യാം. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ തിരിച്ച് സ്ക്രീനിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഹൈഡ് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഷേപ്പും ഒരുമിച്ച് ഹൈഡ് ആവുന്നതാണ്. അതുപോലെ തന്നെ ഷോ ഓൾ ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എല്ലാ ഷേപ്പിനെയും ഒരുമിച്ച് സ്ക്രീനിലേക്ക് കൊണ്ടുവരാം. അതോടൊപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ഷേപ്പ്, ഇപ്പം ഞാൻ ഈ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് ഇവിടെ 2 ആരോസ് കാണാം, ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും. മുകളിലേക്കുള്ള ആരോ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ ഓരോ ലെവൽ നമുക്ക് മുൻപിലേക്കായിട്ട് കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോൾ ഈ റെക്റ്റാങ്കിൾ ഏറ്റവും മുകളിലായി. ഇനി അതിനെ പിന്നോട്ട് കൊണ്ടുപോകാനായി തൊട്ടടുത്തുള്ള സെൻഡ് ബാക്ക്വേർഡ് എന്നുള്ള ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് മൂവ് ആവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഈ ഷേപ്പുകളെല്ലാം നമുക്കൊന്ന് ഒരേ ലൈനിൽ അറേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ 3 ഷേപ്പുകളും ഓരോ ലെവലുകളിലാണ് ഉള്ളത്. പക്ഷെ എനിക്ക് ഇവയെല്ലാം ഒരേ ലൈനിൽ ഒന്ന് അറേഞ്ച് ചെയ്യണമെങ്കിൽ ഈ 3 ഷേപ്പുകളും ഞാൻ ആദ്യം തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഷേപ്പ് ഫോർമാറ്റ് എന്നുള്ള ടാബിൽ നിന്നും അലൈൻ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിൽ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിവിധ ഓപ്ഷനുകൾ കാണാം. അതിൽ ഞാൻ അലൈൻ ബോട്ടം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവയെല്ലാം ഏറ്റവും താഴെ ഉണ്ടായിരുന്ന ഒബ്ജക്റ്റിന്റെ ലൈനിന് പാരലായിട്ട് അലൈൻ ആയിരിക്കുന്നതാണ്. ഈ 3 ഷേപ്പുകൾ തമ്മിലുള്ള അകലം വ്യത്യസ്തമാണ്. ഇനി അവയെ ഒന്ന് ഒരേ അകലത്തിൽ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഞാൻ വീണ്ടും ഈ 3 ഷേപ്പുകളും സെലക്ട് ചെയ്ത് അലൈൻ എന്നുള്ള ഈ ഡ്രോപ്പ് ഡൗണിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടലി എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവ 3ഉം തമ്മിലുള്ള അകലം
തുല്യമാകത്തക്ക രീതിയിൽ ഈ ഷേപ്പുകൾ ഒന്ന് ഓർഗനൈസ് ആവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഷേപ്പ് ഫോർമാറ്റ് എന്ന ടാബിൽ നിന്നും അലൈൻ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് സെലക്ട് ചെയ്യാം. അലൈൻ ലെഫ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും ലെഫ്റ്റിലായി അറേഞ്ച് ആവുന്നതാണ്. അതല്ലെങ്കിൽ സെൻറ്റർ സെലക്ട് ചെയ്യാം, സെൻറ്ററിലായിട്ട് അലൈൻ ആവുന്നതാണ്. ഇനി റൈറ്റ് ആണെങ്കിൽ റൈറ്റ് സൈഡിൽ അലൈൻ ആവും. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കാണാം ഈ 3 ഷേപ്പും ഓരോ സെപ്പറേറ്റ് ഷേപ്പുകളാണ്. ഇനി നമുക്ക് ഇവയെല്ലാം ഒന്ന് ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ഈ 3 ഷേപ്പുകളും സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഷേപ്പ് ഫോർമാറ്റ് എന്ന ടാബിൽ ഗ്രൂപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷേപ്പുകളെ ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. അതല്ല എങ്കിൽ നമ്മുടെ എല്ലാ ഷേപ്പും സെലക്ട് ചെയ്ത് കൺട്രോൾ G എന്നുള്ള ഷോർട്ട് കട്ടും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഷേപ്പുകളെ ഒന്ന് അൺഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്ത് ഇവിടെ ഗ്രൂപ്പ് എന്നുള്ള ഈ ഡ്രോപ്പ് ഡൗണിൽ നിന്നും അൺഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതല്ല എങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് G എന്നുള്ള ഷോർട്ട് കട്ടും നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇവയെ സെലക്ട് ചെയ്തൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ നിന്നും അൺഗ്രൂപ്പ് സെലക്ട് ചെയ്യുകയും ആവാം. ഇനി ഇവിടെ ഷേപ്പ് ഫോർമാറ്റ് എന്ന ടാബിൽ തന്നെ നമുക്ക് ഏതൊരു ഷേപ്പിനെയും റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിവിടെ ഈ ഷേപ്പിനെ 90 ഡിഗ്രി റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം, അതല്ല എങ്കിൽ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഷേപ്പിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്ലിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ലാതെ തന്നെ ഏതൊരു ആംഗിളിലേക്കും ഈ ഷേപ്പിനെ റൊട്ടേറ്റ് ചെയ്യാനായി ഇവിടെയുള്ള ഈ റൊട്ടേഷൻ ഹാൻഡിലിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മൗസ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആംഗിളിലേക്ക് ഈ ഷേപ്പിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. സോ അത്രയുമായിരുന്നു പവർപോയിന്റിൽ ഷേപ്പുകൾ ഓർഗനൈസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.